ഈ ഹ്യൂമൻ ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു ബോധനിലത്തിൽ നിന്നും മറ്റൊരു ശരിയായ ബോധ തലത്തിലേക്കുള്ള ഉയർച്ച, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്പലത്തിലിരിക്കുന്ന ഒരു വേർഡ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല എനിക്ക് ദൈവം എന്ന് പറയുന്നത്. പലരും പറയും നമ്മുടെ ഉള്ളിലാണ്. യെസ്, കാർത്തിക് ശങ്കറിന്റെ ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഉണ്ടാവില്ല. എഴുത്. അല്ല, ഞാൻ വളരെ ഒക്കെ ആലോചിച്ചത്. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരേണ്ടത് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ്. ആരാണ് ഞാൻ? അതൊരു മനുഷ്യനാവുമ്പോൾ നമ്മൾ സർവൈവൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത്രേ ഉള്ളൂ. അതൊരിക്കലും ഞാനാവുന്നില്ല. ഇപ്പൊ അമ്പലത്തില് അല്ലെ അമ്പലം പള്ളി എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പൊ ആളുകൾക്ക് അത്ര അങ്ങോട്ട് കണക്ട് ആവാത്തൊരു ഒരു തലമുറയിൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് വളരെ ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താന്നേ തോന്നും. ഇത്രയും കാഴ്ചപ്പാടുള്ള കാർത്തികിന് ആദ്യ പ്രണയത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തു വരാൻ പറ്റുന്നത്? അല്ല, ഇത് ആദ്യ പ്രണയം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ പ്രണയം എന്ന് ഞാൻ പറയാം. ചിലപ്പോൾ ഞാൻ 2-3 വട്ടം അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. ഇത്രയും നാളായിട്ട് ഞാൻ കൊടുത്ത ഒരൊറ്റ ഇന്റർവ്യൂവിൽ പോലും ആത്മീയപരമായുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ സംസാരിക്കാൻ കഴിവതും കൊടുക്കാറില്ല. സ്പിരിച്വാലിറ്റിയുടെ ഇത് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കമന്റ് ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. കൂട്ടിയിട്ട് കത്തിച്ചതല്ല. ഇപ്പൊ നമുക്കൊരു കാര്യം നമ്മുടെ അനുഭവത്തിൽ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെന്നല്ല. അല്ല, അതെ, കൊള്ളാം, അടിപൊളിയാണ്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. കാർത്തിക് ശങ്കർ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ലേ ഇപ്പം അന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അവർക്ക് മാത്രമായിരിക്കും ആ ഒരു വോയിഡും ആ ഒരു ഇതും ഫീൽ ചെയ്യുന്നത് നമ്മൾ പോയി കഴിഞ്ഞാലേ. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്കായാലും അല്ല ആർക്കായാലും ആ ഒരു പീരീഡ് ഉണ്ട്. അവർക്കത് ഹീൽ ചെയ്യുന്നതും അത് പിന്നീട് ഓക്കെ എന്ന് പറഞ്ഞൊരു സംഭവം തോന്നുന്നൊരു ഒരു പീരീഡ് ഉണ്ട്. അതുവരെ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യായുസ്സിനുള്ള ഇതെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുത്തിട്ടുള്ള മനസ്സുകളിൽ കുറച്ചുകൂടി ഒന്ന് ജീവിക്കും. അത് കഴിഞ്ഞാൽ കാർത്തിക്, ഇത്രേ ഉള്ളൂ. കാർത്തിക് ഇത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചങ്ങനെ നിൽക്കുക, അത്രേ ഉള്ളൂ. ശരിയാണല്ലേ ആലോചിക്കുമ്പോൾ? അല്ലാതെ നമ്മൾ മരിച്ച് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി നമ്മളിവിടെ ഉണ്ട്. ഞാൻ മരിച്ചിട്ട് നമ്മളൊരാളുടെ മനസ്സിൽ നമ്മളുണ്ട്. അയാൾ മരിക്കുന്നവരെയും അതേ ഇൻറ്റൻസായിട്ട് ആരുടെയെങ്കിലും ലൈഫിൽ ഉണ്ടാവും നമ്മൾ? ഇല്ല, ആരുടെയെങ്കിലും. അത് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം മാഞ്ഞു പോകണം. അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് ഇച്ചിരി ഹാർഡാണ്. നമ്മൾ എത്രയൊക്കെ തത്വജ്ഞാനം പറഞ്ഞാലും എന്ത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും, ഇപ്പോൾ ഞാനൊരാളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അത് കുറച്ച് പാടാണ്. ഇപ്പം ഞാൻ കുറച്ച് മൂവ് ഓൺ ആവാനും അതിനെ മറക്കാനൊക്കെ പാടാണ്. അത് ആ ഒരു പീരീഡ്, എല്ലാത്തിനും ഒരു ടൈം കാലമുണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. കാർത്തിക് ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൊറോണ സമയത്ത് യൂട്യൂബ് തുടങ്ങി രക്ഷപ്പെടാതെ ക്ലച്ച് പിടിക്കാതെ പോയി വേറെ പല പരിപാടി ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. എനിക്കൊന്ന് 10,000-കണക്കിന് ആളുകളുണ്ടാവും. പക്ഷെ കൊറോണ വന്ന് ലോക്ക്ഡൌൺ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ലൈഫിൽ സക്സസ്ഫുൾ ആയ ഒരു 100 പേരെടുത്താൽ അതിൽ ഏറ്റവും ആദ്യം 10-ൽ വരുന്ന ഒരു പേരാണ് കാർത്തിക് ശങ്കർ. യൂട്യൂബ് കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ് കാർത്തിക് ഇപ്പം നിൽക്കുന്നത്. സ്വന്തമായിട്ടുള്ളൊരു വളരെ ബാങ്ക് ബാലൻസ്, വണ്ടികൾ, വീട്, ഹാപ്പി ലൈഫ്, സിനിമയിലേക്ക് കയറുന്നു. ഇതെല്ലാം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. എന്നിട്ടും ഐ ആം നത്തിങ് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കും. അല്ല, എന്നിട്ടും ഐ ആം നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നത്തിങ് എന്ന് തന്നെ പറയാൻ പറ്റൂ. ഇതൊക്കെ എൻ്റെ സമ്പാദ്യങ്ങൾ, എനിക്ക് മാത്രമുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ സമ്പാദിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഞാൻ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് അതിനുത്തരം വരുന്നത്. ഞാൻ എന്തായിരുന്നു, എന്താണെന്ന് ആൾ അറിയുന്നത്. ഇതെന്ന് പറയാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് മാത്രമാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതല്ല. അല്ലാതെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഞാനത് കൺട്രോൾ ചെയ്യാൻ ഈ ഇപ്പം എന്താ പറയുന്നത്, യൂട്യൂബിൽ കൂടെ ഉണ്ടായ സമ്പാദ്യമാണെങ്കിലും മറ്റു കാര്യങ്ങളായാലും എല്ലാം ഇത് ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനും എനിക്ക് വേണ്ടി ഞാൻ സ്വന്തമാക്കുന്നത് ഞാനല്ല. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം തരേണ്ടത് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ്. ഞാൻ എന്തായിരുന്നു, എന്താണ് എന്ന് ഉത്തരം വരുന്നത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊരു മനുഷ്യനാവുമ്പോൾ നമ്മൾ സർവൈവൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത്രേ ഉള്ളൂ. അതൊരിക്കലും ഞാനാവുന്നില്ല. ഞാനിതൊക്കെ കോമഡി ആയിട്ടങ്ങ് വിടുക.
ഐശ്വര്യ താടി കൈ എടുത്തു. ആരാണ് ഞാൻ പറയുന്നത്? അല്ല, ഈ സ്പിരിച്വൽ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ചിലർക്കത് ഇപ്പൊ അമ്പലത്തിൽ അല്ലെ അമ്പലം പള്ളി എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പൊ ആളുകൾക്ക് അത്ര അങ്ങോട്ട് കണക്ട് ആവാത്തൊരു ഒരു തലമുറയിൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് വളരെ ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താന്നേ തോന്നും, തീർച്ചയായും നട്ടപ്രാന്താന്നേ തോന്നും. അത് കുറച്ച് ചിലപ്പോൾ അതിലേക്കൊരു പോസിറ്റീവ് മൈൻഡ് കൊടുത്ത് കുറച്ച് നേരം കേൾക്കാനെങ്കിലും ഒരു ശ്രമം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണക്ട് ആവും. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ താഴെ എല്ലാ ഏതാ അടിച്ചതെന്നായിരിക്കും അതെ 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 കൂട്ടിയിട്ട് കത്തിച്ചതാണോ? ചിലപ്പോൾ ഇതിന്റെ കമന്റിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അവസാനം കൊണ്ടത് കോമഡി ആയിട്ട്. ഈ ഒരു സ്പിരിച്വൽ ഗുരുവിനെ പറ്റി നമ്മൾ സംസാരിച്ചു, ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം സംസാരിച്ചു. കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തായിരിക്കും? എന്താണ് ദൈവം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, ഒരു കോമൺ ഡെഫിനിഷൻ എന്താണെന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു വേർഷൻ പറയാം. കാർത്തിക് ശങ്കറിന്റെ ലൈഫിലുള്ള ദൈവം അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ കൈ അല്ലെങ്കിൽ അതെന്തായിരിക്കും ഒരു പക്ഷെ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ ദൈവം എന്ന് പറയുന്ന വേർഡിന് എക്സാക്റ്റ് ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ഗാർഡിയൻ എന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം സാധിച്ചു തരുന്ന ഒരു വ്യക്തിത്വം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഈ ദൈവം എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത്? ഫസ്റ്റ്, ഇത് ദൈവം എന്നുള്ളൊരു വേർഡിൻ്റെ എക്സാക്ട് മീനിങ് എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ് ആ ചിന്തകൾ. ഇപ്പോൾ എൻ്റെ അമ്മൂമ്മയോട് ദൈവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ പറയും അവിടുത്തെ അമ്പലത്തിലെ കൃഷ്ണനാണെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ എൻ്റെ അച്ഛനോടാ ചോദിക്കുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയാം. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന വേർഡാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓരോരുത്തരുടെ കൺസെപ്റ്റിൽ വേർഡ് എന്ന് പറയുന്ന അർത്ഥം തന്നെ അമ്പലത്തിൽ ഉള്ള ദൈവം കൂടുതൽ പേർക്കുള്ളത്, അമ്പലത്തിലുള്ള ദൈവം. ഞാൻ അങ്ങനെ ഒരുപാട് അമ്പലം അല്ലെങ്കിൽ അമ്പലത്തിലാണ് ദൈവം ഇരിക്കുന്ന ഒരു വിശ്വാസമുള്ള അല്ല ഞാൻ. അവിടെ എനിക്കൊരു പോസിറ്റീവ്നെസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടുന്ന ഒരു ഇതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നതും എടുക്കുന്നതൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഡീപ്പായി പോകും. എന്നാലും നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയും ഈ എൻ്റെ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റും എല്ലാം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ലൈഫിനെ എങ്ങനെ എനിക്ക് ദൈവത്തിലേക്ക് അടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിനെ കുറച്ചുകൂടി കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുപോകുക. അതിനൊരു സിമ്പിൾ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പക്ഷി മൃഗാദികളെ എന്തെങ്കിലും എടുക്കാം, നമ്മുടെ ലൈഫ് എടുക്കാം. ഈ രണ്ട് ലൈഫിലും നമ്മൾ ഈ മൃഗങ്ങൾക്കല്ലാതെ ഇവർ ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ലാതെ നമ്മൾ ഇത്ര വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അവർ ജനിക്കുന്നു, റീപ്രൊഡക്ഷൻ നടത്തുന്നു, സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മളും ഏകദാണ്ട് അതുപോലൊക്കെ തന്നെ ചെയ്യുന്നു, ചാവുന്നു. ഈ ഒരു പട്ടിക്കുട്ടിയുടെ ജീവിതം എടുത്താലും നമ്മുടെ ജീവിതം എടുത്താലും നമ്മൾ പിന്നെ കുറച്ച് കാറിലൊക്കെ സഞ്ചരിക്കും, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയും എൻ്റെ കാഴ്ചപ്പാടിൽ, ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു മീൻ ഇട്ട് തരികയാണ്. ഈ മീൻ ഇട്ട് തരികയാണെങ്കിൽ നമ്മളത് വെട്ടി കണ്ടിച്ച് കഴുകി വെക്കും. അതേസമയം ഒരു പൂച്ച എടുത്താണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവൻ മണപ്പിച്ചിട്ടാണ് ഒരു പാട്ട് പോകും. കാരണം അമോണിയ ഇട്ടാന്ന് അവനറിയാം, നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് കൊണ്ട് ലാബിൽ കൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോഴും അവർക്കാണ് ഇച്ചിരി ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ഹ്യൂമൻ്റെ ശരിക്കുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു കോൺഷ്യസ്നെസ് എന്താണെന്ന് അറിയുക, അതിലേക്കുള്ള യാത്രയാണ് എനിക്ക് ദൈവം, അതിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദൈവത്തെ തേടുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അല്ലാതെ എനിക്ക് ഒരു വേർഡ്, അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഇപ്പം അമ്പലത്തിലിരിക്കുന്ന ഒരു വേർഡ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല എനിക്ക് ദൈവം എന്ന് പറയുന്നത്. പലരും പറയും നമ്മുടെ ഉള്ളിലാണ്, യെസ് നമ്മുടെ ഉള്ളിലാണ് ദൈവം, അങ്ങനെയൊക്കെയുണ്ട്, അതൊക്കെ വേറെ വിശദീകരണങ്ങൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവം എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിലേക്ക് അടുക്കുക എന്നുള്ളത് എൻ്റെ ഈ ഹ്യൂമൻ ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു ബോധനിലത്തിൽ നിന്നും മറ്റൊരു ശരിയായ ബോധ തലത്തിലേക്കുള്ള ഉയർച്ച, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിനെ കാണുന്നത് ഒരു എനർജിയിലൊന്നും അല്ല വിശ്വസിക്കുന്നത്, അങ്ങനെ ഒന്നുമല്ല. ഒരു സംഭവത്തിൽ ഒരുപാട്, അതായത് ഞാൻ പറഞ്ഞത്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ എനർജി ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഡിഫറെൻറ്റ് തോട്ട്സ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ഇതുണ്ട്. പക്ഷേ എന്നോട് അൾട്ടിമേറ്റ് ആയിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് പോകുന്ന ഒരു സ്പിരിച്വൽ എന്താണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെ എങ്ങനെ ദൈവമാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ബോധ നിലവാരത്തിൽ നിന്നും ഉയർച്ചയിലേക്ക്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സാധാരണ ഒരു മറ്റുള്ള പക്ഷിമൃഗാദികൾ ജീവിക്കുന്നതിൽ നിന്നും വലിയ വ്യത്യസ്തമായിട്ടുള്ള ജീവിതമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ഇത്രയും ബോധ നിലവാരമോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന മനുഷ്യന് വലിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നില്ല, കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ഹ്യൂമൻ കേപ്പബിലിറ്റി, മാക്സിമം കേപ്പബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിലേക്ക് എത്താം, അപ്പോൾ നമ്മൾ തന്നെ ദൈവമായി തീരും എന്നുള്ള കൺസെപ്റ്റാണ് ദൈവം എനിക്ക്. കാർത്തിക് ശങ്കറിന്റെ ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു.
അത് ചിലപ്പോ ഉണ്ടാവില്ല, എനിക്കറിയില്ല. എഴുത്. അല്ല, ഞാൻ വളരെ പൊട്ടത്തരമൊക്കെ ആരും നമ്മൾ പറഞ്ഞതിന് പൊട്ടത്തരം ഇത് കണക്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടാവും കേൾക്കുന്നത്. വേണ്ടിയിട്ടാണ് ഈ പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ ഞാനത് വെക്കുന്നത്. കണക്ട് ചെയ്യാത്ത മെജോറിറ്റിക്ക് ഇത് കണക്ട് ആവില്ല, അത് നമുക്ക് ഇപ്പോഴേ പറയാം. മെജോറിറ്റി കണക്ട് ആവില്ല, പക്ഷെ ഇത് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത് ഈ പറയുന്ന തോട്ട് പ്രോസസ്സിലൂടെ പോകുന്ന ഈ ചിന്താഗതികൾ കൊണ്ടു കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കിത് 100% അല്ലാത്തവർ പറഞ്ഞുകൊണ്ടേ സിമ്പിളായിട്ട് നമ്മളൊക്കെ അവരെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ ആൾക്കാർ പോകുന്ന അവരുടെ ഇതെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഗുരുവിനെ അല്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് അല്ല കിട്ടുന്നെങ്കിൽ അതിനകത്തിൽ തന്നെ ഒരു ലൂപ്പിൽപ്പെട്ട പോലെ കിടന്ന് കറങ്ങാനും അതിൽ ഒരുപാട് അതുണ്ട്. ഇതെങ്ങനെ ജഡ്ജ് ചെയ്യാൻ എനിക്ക് കിട്ടിയത് കറക്റ്റാണ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫോർമുല ഒന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോർമുല ഒന്നുമില്ല. ഒന്നിലും ഭയങ്കരമായി അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ. ഇപ്പം ഈ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഇതിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ന്യൂമറോളജി ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഓരോ ആൾക്കാരെ ഈ ചില കാര്യങ്ങളിൽ അങ്ങ് ഭയങ്കരമായി നമ്മളെല്ലാത്തിലും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആണ് വേണ്ടതെന്ന് പറയും സ്പിരിച്വാലിറ്റിയിൽ. കാരണം പുള്ളി എങ്ങോട്ട് ഇറങ്ങുമ്പോഴും തിരിയുമ്പോഴും എന്തെങ്കിലും ഇത് കാണുമ്പോഴും പുള്ളി ആരുടെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും കാറ് കണ്ടാലും 8, 4, 12, 11, 13 കേട്ടോ, സൂക്ഷിക്കണേ. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? കാർത്തിക, KR 22. ഞാനും ന്യൂമറോളജി, എൻ്റെ ചെറുപ്പത്തിൽ ന്യൂമറോളജിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പേര് മാറ്റിയത്. പക്ഷെ പിന്നെ അത് മാറ്റി, അത് അന്ന് ആൾക്കാരൊക്കെ പറയും എല്ലാ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നമ്മളത് പിന്നെ അതും പൊക്കിക്കൊണ്ട് നടക്കുകയല്ല. നമ്മുടെ ലൈഫിൽ വരുന്നവരുടെ പേരൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഞാൻ ഫ്രണ്ട്സ് ആവും എന്നൊക്കെ അല്ല. ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ നമ്മുടെ ഒരു പുതിയ വർക്കിൻ്റെ പോസ്റ്റർ കൊടുത്താൽ തന്നെയും അതിൻ്റെ പേര് ഗുഡ് ബൈ ഗോസ്റ്റ് അയ്യോ 34 വരുന്നത് മാറ്റണം, അവിടെ അതിനകത്തൊരു H കൂടെ ചേർക്കണം. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. അപ്പോൾ അത് മറ്റുള്ളവർ നമ്മളെ കളിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ബോധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നമുക്കൊരല്പം ഒരു 50% ഇതിലൊക്കെ ഒരു ഡിറ്റാച്ച്ഡ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ 100% ഇതിലൊക്കെ ഇപ്പോൾ ഒരു ന്യൂമറോളജി എന്നോ വല്ലതും പറയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് എനിക്കറിയാം വീടിന് വെളിയിലേക്ക് ഗേറ്റ് വരെ ഇത്ര സ്റ്റെപ്പ് വെച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നവർ വരെ ഉണ്ട്. വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഗേറ്റ് വരെ ഇത്ര സ്റ്റെപ്പ് വെച്ചിട്ടേ രാവിലെ ഇറങ്ങാവൂ എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പ് കണക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരിക്കലും സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അന്ധവിശ്വാസം അതിനെയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ഇതിനൊക്കെ ഒരു ഡിറ്റാച്ച്ഡ് ഫീലേ കൊടുക്കാവൂ. അല്ലാതെ ഇതിൽ ഓവറായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് മുതലെടുക്കാൻ പറ്റും. ഈ സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിവുകളുള്ള, ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരു സ്പിരിച്വൽ ഗുരുവുള്ള, ഇത്രയും കാഴ്ചപ്പാടുള്ള കാർത്തികന് ആദ്യ പ്രണയത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് എന്തുകൊണ്ടോ പുറത്തു വരാൻ പറ്റുന്നില്ല? അല്ല, ഇത് ആദ്യ പ്രണയം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ പ്രണയം എന്ന് ഞാൻ പറയാം. അത് ആ ഒരു പ്രണയത്തിൽ നിന്നാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധിയല്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കും. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട നമ്മുടെ ഇപ്പോഴത്തെ തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമ്മളിൽ അമ്പലത്തിൽ ഇപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ച അവന് പരീക്ഷയെ വിജയിപ്പിച്ചേക്കണേ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല ഇതിനുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇൻസിഡൻറ്റുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ആവാം, അല്ലെങ്കിൽ വാട്ടെവർ എന്താ. ഇപ്പം ഒരു കുട്ടി ജനിച്ച് ഒരു 6 മാസം ആകുമ്പോഴേ നല്ലതായിട്ട് പാടുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് ഡാൻസിലൊക്കെ ഇതാവുന്നു പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് കഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിൽ അറിയില്ല, നമുക്കറിയില്ല. ഭയങ്കര നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇതിലോട്ടൊരു അട്രാക്ഷൻ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഉള്ള അട്രാക്ഷൻ എങ്ങനെ തോന്നി? വീട്ടിൽ ചിലപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവില്ല. അതെങ്ങനെ തോന്നിയെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് ഡിസൈൻഡ് ആയി പോകുന്നത്. ഈ ലൈഫിൽ വരുന്ന ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നമുക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ സോളിന് ഡാമേജ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും ഡാമേജ് ഇല്ലാതെ. ഇപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, ഭയങ്കര ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പം വരുത്തുന്നില്ല, എഴുത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഇതിൻ്റെ ഒരു പവറാണ്. എനിക്ക് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്, ചിലപ്പോൾ ഞാൻ 2-3 വട്ടം അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതെൻ്റെ അദ്ദേഹത്തോടുള്ള സ്നേഹം, ഇമോഷൻ, അത് വേറെ. പക്ഷേ എനിക്ക് ഒരു വർക്ക് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെന്ന് പറയുമ്പോഴോ എനിക്ക് എന്നെ ബലപ്പെടുത്താൻ പറ്റുന്നുണ്ട്.
അതാണ് ഇതിൻ്റെ ഒരു ബലം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടല്ല അത്. ഞാൻ പറഞ്ഞില്ല, അത് എൻറ്റയർലി ഡിഫറെൻറ്റ്. പലരുടെയും തോട്ട് അതാണ്. നമ്മുടെ ഭൗതികപരമായ കുറച്ച് കാര്യങ്ങൾ നേടാനും നമുക്ക് എപ്പോഴും ഇതായിട്ടിരിക്കാൻ പറ്റുന്ന ഇത്, അതിന് വേണ്ടിയിട്ടല്ല അത്. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഓവർകം ചെയ്യാൻ പറ്റില്ലേ എന്ന്. ഐ മീൻ ഇത്രയും അറിവുള്ള ഒരാൾക്ക് അതിനെ സിമ്പിളായിട്ട് ഓവർകം ചെയ്തുകൂടെ, അതാണ് എൻ്റെ ചോദ്യം. ഓവർകം ചെയ്യാതെ നമുക്ക് ചിരിക്കാൻ പറ്റൂല. ഓവർകം ചെയ്ത് കഴിഞ്ഞു. അത് ഓവർകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾ നമ്മുടെ ലൈഫിൽ വളരെ സ്നേഹത്തോടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു വോയിഡ് എപ്പോഴും ഉണ്ടാവും, അതുണ്ടാവും. ഈ ഓവർകം ചെയ്യാതെ പറ്റാത്തവരാണ് നമ്മുടെ ഇപ്പോൾ വർക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് പോകുന്നത്. അത് അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴോ അത്തരം കാര്യങ്ങളെ പറ്റി ഇതാക്കുമ്പോഴോ ഇമോഷണൽ ആവുന്നത് അതിൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഓവർകം ചെയ്തിട്ടില്ല, അതിൻ്റെ ലൈഫ് തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൻ്റെ പേരിൽ വെള്ളം അടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തകർച്ചയിലോട്ട് പോയിട്ടില്ല. ഞാൻ അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫിലുണ്ടായി, അതിനെ ഓവർകം ചെയ്തു. അതിനെ ഓവർകം ചെയ്ത് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അത് കഴിഞ്ഞ് ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ ഓവർകം ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ എനിക്കെന്നും ഒരു സുഖമുള്ള ഒരു വേദനയായിട്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച സുഖമുള്ള വേദന, കൊള്ളാം, എനിക്ക് ആ ഫ്രേസ്. നമ്മളിപ്പോൾ സംസാരിച്ച ടോപ്പിക്കിൽ വന്ന ഒരു വേർഡ്, ആ വേർഡിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം. പാസ്റ്റ് ലൈഫ് ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണത്. അത് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. സയന്റിഫിക് ആയിട്ട് ഇന്ത്യയിൽ തന്നെ 5 വയസ്സായപ്പോൾ തന്നെ മറ്റൊരു നാട്ടിലെ വീടും സ്ഥലവും ഭാര്യയും കുട്ടികളെയും പറ്റി പറയുന്ന ഒരു കുട്ടിയെയും ഈ കുട്ടി പറഞ്ഞ് ആ നാട്ടിൽ പോയി മറ്റൊരു സംസ്ഥാന നാട്ടിൽ പോയി നോക്കിയപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വന്ന ഇൻസിഡൻസും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊന്നൊരു കൃത്യമായിട്ടൊരു ഉത്തരം ഇല്ല. ഒരു സംഘം ആളുകൾ പറയുന്ന ഒരു പാസ്റ്റ് ലൈഫ് ആണെന്ന് പറയുന്നു, മറ്റുള്ള ആളുകൾ പറഞ്ഞു അത് അങ്ങനെയല്ല, അത് ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരിക്കും പറഞ്ഞു. ഇപ്പോഴും അതൊരു ഡിബേറ്റബിൾ ടോപ്പിക് തന്നെയാണ്. വിശ്വസിക്കുന്നുണ്ടോ പാസ്റ്റ് ലൈഫിലൊക്കെ? പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ള ചിന്ത നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളൊക്കെ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായേക്കാം എന്നുള്ളൊരു ചിന്ത തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, പലയിടത്തും അങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വിശ്വസിക്കണമെങ്കിൽ പലർക്കും സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു തെളിവ് കൊടുക്കണം. എന്നാൽ മാത്രമേ പല ആളുകളിലേക്കും മനസ്സിലേക്ക് ഇത് എടുക്കത്തുള്ളൂ. പക്ഷേ എല്ലാം നമുക്കങ്ങനെ സയൻറ്റിഫിക്കലായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്നോ, നിങ്ങൾക്ക് എന്നോട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര സന്തോഷത്തിലാണെന്ന് അളക്കാൻ പറ്റുന്നൊരു യന്ത്രമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സയൻറ്റിഫിക്കലായിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് എത്ര വിഷമമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമത്തിൻ്റെ അളവ് ഇത്രയാണ് സെൻറ്റിമീറ്റർ ആഴമളക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് പറയാൻ പറ്റുമോ? സന്തോഷമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സയൻറ്റിഫിക്കലായിട്ട് ഒരു കാര്യം അളക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലായിടത്തും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലതൊക്കെ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകളൊക്കെ പറഞ്ഞ് കേട്ടറിവാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എല്ലാത്തിലും നമുക്ക് പൂർണ്ണമായും നമ്മളിൽ അനുഭവവേദ്യമാവുന്നത് വരെയും ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെയായി അതിനെ അറ്റാച്ച്ഡ് ആവാവൂ. അല്ലാതെ ഇതുണ്ട് എന്നുള്ളത് അങ്ങനത്തെ അല്ല. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ, ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് ഇപ്പോൾ 4-5 വയസ്സുള്ള ഒരു കുട്ടി ഭയങ്കരമായി നല്ലതായിട്ട് പാട്ട് പാടുന്നു, അവർ പെട്ടെന്ന് തന്നെ ഡാൻസ് കളിക്കുന്നു, അച്ഛനും അമ്മയും എഞ്ചിനീയർ ആയിരിക്കും, അവർക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാണില്ല, പെട്ടെന്ന് ഇതെന്തുകൊണ്ട് സംഭവിച്ചു. നല്ലതായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ, ഇതൊക്കെ എങ്ങനെ വരുന്നു, ഇതൊക്കെ ബോൺ ടാലൻ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇതെങ്ങനെ ഈ ഒരു സിദ്ധി എങ്ങനെ കൈവരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് അതൊരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ആയിരിക്കാം. ആ പാസ്റ്റ് ലൈഫിൽ അങ്ങനെ ഉണ്ടായതിൻ്റെ അതിൻ്റെ ഒരു റേസ് ആയിരിക്കാം എന്നാണ് ഇതാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ ആളുമല്ല, ഞാനത് അറിഞ്ഞു വരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാനുള്ള വിവരമില്ല, എന്നാൽ അതുണ്ട് എന്ന് പറയാനുള്ള വിവരമില്ല. ഇത് ഇങ്ങനെയുള്ള ചെറിയ അറിവുകൾ കിട്ടി ഇതുണ്ടായേക്കാം എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു ടോപ്പിക്ക് വരുന്നു, ഇപ്പം നമ്മൾ കമന്റ് ബോക്സ് അല്ല, ഇപ്പം നേരിട്ടിരുന്നൊരു ഡിസ്കഷൻ വരികയാണെന്ന് വെച്ചോ. അപ്പോൾ പാസ്റ്റ് ലൈഫ് ഉണ്ട്, പാസ്റ്റ് ലൈഫ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കാർത്തിക്കിന്റെ അവകാശവാദങ്ങളെ അട്ടപടലം ഖണ്ഡിച്ചുകൊണ്ട് ഒരു വ്യക്തി അതിന് അങ്ങനെയൊന്നുമില്ല, നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് വെച്ചാൽ വളരെ ഘോരഘോരം വാദിച്ചുകൊണ്ട് തർക്കിക്കുകയാണ്. ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്റെ ശരിയാണ്, എന്റെ കാഴ്ചപ്പാടിലാണ്, നീ എടുക്കണ്ട, അതുകൊണ്ട് നീ എടുക്കാത്തത് കൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഇല്ലാതാവുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അദ്ദേഹത്തിന്റെ വഴിക്ക് വിട്ടിട്ട് സ്വന്തം കാര്യം നോക്കി തിരിഞ്ഞു പോവുകയോ ചെയ്യും. ഇത്രയും നാളായിട്ട് ഞാൻ കൊടുത്ത ഒരൊറ്റ ഇന്റർവ്യൂവിൽ പോലും ആത്മീയപരമായുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ സംസാരിക്കാൻ കഴിവതും കൊടുക്കാറില്ല. കഴിവതും അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഞാൻ പിടിക്കാറില്ല. കുറച്ചെങ്കിലും ഇച്ചിരിയെങ്കിലും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെയാണ്.
അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതായാലും ഇല്ലെങ്കിൽ എനിക്ക് സ്വമേധയാ ഉള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളൊരു ഡിബേറ്റിനുള്ള കാര്യമല്ല. ഇതൊരു ഡിബേറ്റിനോ അല്ലെങ്കിൽ ഒരു രണ്ടുപേരും ഇരുന്ന് തർക്കിക്കേണ്ട കാര്യമല്ല. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മളൊരു ഗുരു പറഞ്ഞെന്ന് വിചാരിച്ചോ, ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം തെളിവ് സഹിതം എന്നോട് നിരത്തിയാൽ പോലും ഞാൻ അതിലൊരു 50% ഇത് കൊടുക്കുകയുള്ളൂ. അല്ലാതെ അത് ഉൾക്കൊള്ളുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ വരട്ടെ. അല്ലാതെ ഉള്ള ഇൻഫർമേഷൻസാണ്. അല്ലാത്തതുള്ള എല്ലാം ഇൻഫർമേഷൻസാണ്. ഇൻഫർമേഷൻ അത് വെച്ചിട്ട് ഓക്കെ എന്നാൽ പോലും അത് കംപ്ലീറ്റ്ലി ശരിയോ തെറ്റെന്ന് പറയാൻ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റർ വെച്ചിട്ട് അളന്നുമല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം. അതുവരെ പറ്റാത്തിടത്തോളം കാലം ഇതെല്ലാം ഇൻഫർമേഷൻസാണ്. നമ്മൾ അങ്ങനെയുള്ളവരെ തിരുത്താൻ ശ്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംവാദങ്ങളിൽ ഒരു അർത്ഥവുമില്ല. അത് ഒരാളെ തിരുത്തുക, ഇങ്ങനെയല്ല സ്പിരിച്വാലിറ്റി സംഭവിക്കേണ്ടത്. അങ്ങനെയുള്ള ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഡിബേറ്റ് ഇഷ്ടമുള്ള ടോപ്പിക്കും സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ അങ്ങനെയാണോ? എന്തെങ്കിലും സാധനം വന്ന് അതിന് താഴെയോ അല്ലെങ്കിൽ അതിനെ അത് സംസാരിക്കുന്നതിന് ഖണ്ഡിക്കാൻ വേറെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. അതെ ഒരു ഗുരു നമ്മുടെ ലൈഫിലേക്ക് വരേണ്ടതായാലും അതൊക്കെ വ്യക്തമായിട്ട് പല ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുവിനെയൊക്കെ നമ്മൾ തേടിപ്പോവുക അല്ല, അങ്ങനെയുള്ള നമ്മുടെ ഭയങ്കരമായ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിലുള്ള ഇങ്ങനെയുള്ള ഉത്തരങ്ങളായാലും നമ്മളിലേക്ക് വന്നു ചേരേണ്ട, അല്ലാതെ ഒരു ഭയങ്കരമായി ആർഗ്യൂ ചെയ്ത് നേടിയെടുക്കേണ്ടതോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഇതാക്കേണ്ട കാര്യമല്ല. സ്പിരിച്വാലിറ്റിയുടെ ഇത് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആൾ തന്നെയാണ് അവിടെ ഇരിക്കുന്ന റെസ്പെക്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 100% അവിടെ അയാളിൽ നിന്നുള്ള റെസ്പെക്റ്റ് ആണ് നമ്മൾ ഇതായിട്ടിലേക്ക് വരുന്നത്. ഇപ്പം ഇഷ സെന്റർ, ഇഷ യോഗ സെന്റർ കേട്ടിട്ടുണ്ടോ? അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് അത് എൻ്റെ ലൈഫിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കാണുകയുണ്ടായി. അവിടെ ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ട്. അവർക്കെന്താ ഭയങ്കര കാറില്ലാത്ത ബംഗ്ലാവ് അങ്ങനത്തെ എന്തോ ഒരു സക്സസ്ഫുൾ ലൈഫ് എന്താ ഇല്ലാത്ത, സക്സസ്ഫുൾ ആവാത്ത എന്താ വരുന്ന ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരമുണ്ട്. അവർക്ക് ചിലപ്പോൾ അവർ അത്രയും പോഷ് ലൈഫുകളൊന്നും കൈകാര്യം ചെയ്തില്ലായിരിക്കും, പക്ഷെ അവരവിടെ വന്നതിന് ശേഷം ഈ നിമിഷം വരെ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ലായിരിക്കും. അപ്പം ഇതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയിടുക, അതിലൊരു കാര്യം നേടിയെടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. അത് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണെങ്കിൽ ഗ്രാജുവലി അറിയേണ്ടതാണ്. പിന്നെ ആരോട് സംസാരിക്കുമ്പോഴും ഇപ്പം ഞാൻ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളോട് പ്രത്യേകം സംസാരിക്കുമ്പോഴും ഈ ഒരു ബോധം നമുക്ക് വേണം. അവിടെയും ഇവിടെ ഏതാണ്ട് ഒരാൾ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അല്ലാതെ തർക്കിച്ച് നേടാൻ പറ്റുന്നൊരു സംഭവം അല്ലല്ലോ ഇത്. തീർച്ചയായിട്ടും കമന്റ് ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. കൂട്ടിയിട്ട് കത്തിച്ചതല്ല. അതെ, മനസ്സിലാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ നമുക്കൊരു കാര്യം നമ്മുടെ അനുഭവത്തിൽ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലെന്നല്ല. അതെ, നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 50 വർഷം മുമ്പ് ഇവിടെ ഇരുന്ന് നമുക്ക് അമേരിക്കയിലുള്ള ആളെ കണ്ട് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചാണോ ചോദിക്കും അല്ലേ? പക്ഷെ ഇപ്പോൾ അത് നമുക്ക് അനുഭവത്തിൽ വരുന്നു. അപ്പോൾ ഒരു കാര്യം നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്ന് വിചാരിച്ച് അതില്ല എന്നല്ല അർത്ഥം. ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. തീർച്ചയായിട്ടും. ഞാൻ ഇതേവരെ കണ്ട് വീഡിയോസിൽ നമ്മൾ നേരിട്ട് ഇതിനെ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ കാര്യമായി സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ കണ്ട എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാർത്തിക് ശങ്കറിനെ അല്ല ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ കാണുന്നത്. എങ്ങനെയോ ചോദ്യം മാറി വന്നതാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. നിങ്ങൾ ആക്ച്വലി വായിക്കാറില്ലെന്നല്ല പറഞ്ഞേ. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ വായിക്കണം, ബുക്സ് വായിക്കണം അങ്ങനത്തെ മൈൻഡ് സെറ്റ് അല്ല. പക്ഷെ എന്നാലും വേണ്ട ഇതുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് നല്ല ബുക്സ് ഒക്കെ വായിക്കാറുണ്ട്. ഇനിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ട്. എനിക്കും സജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നു. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്ത് കുറച്ചധികം സംസാരിച്ചു. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. ഇപ്പം ഈ സംസാരത്തിനൊക്കെ ഇടയിൽ കാർത്തിക് പറയുന്ന ഒരു കോമൺ സെന്റൻസ് ഉണ്ട്. ഇത് നമ്മൾ തേടിപ്പോയിട്ട് കാര്യമില്ല, നമുക്കിതൊക്കെ വന്നു ചേരുക. ഇപ്പൊ ഗുരു വന്നു ചേരുക, ആത്മീയത നമുക്ക് നമ്മൾ തേടിപ്പോയാൽ കിട്ടുന്ന ഒരു കാര്യമല്ലെന്നുള്ളത്. ഈ വന്നു ചേരുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷെ അറിവിനെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ഇങ്ങനെ പോയി ഒരു അനന്തമായ ഏരിയ നമുക്ക് പറയാം. ഇതിനൊരു എൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ശരിക്കും തേടുന്നത്? അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ വെച്ച് പറഞ്ഞ ചോദ്യങ്ങളായാലും അല്ലാതെയും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിനെ പറ്റിയിട്ടായാലും, അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉത്തരം എവിടുന്ന് എന്നുള്ള ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ച സമയത്താണ്
ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ഇതിനുള്ള ഉത്തരം കിടക്കുന്നതെന്ന് നമുക്ക് പല രീതിയിലുള്ള ഇൻപുട്സ് വന്നു. അങ്ങനെ തന്നെയാണ് ആ ഒരു ഇതിലാണ് അതിൽ കൂടി സഞ്ചരിക്കാമെന്നുള്ള ഒരു തോട്ടിലേക്ക് വരുന്നതും. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അനുഭവവേദ്യമായ ഉത്തരങ്ങൾ കിട്ടി. നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന പല ഉത്തരങ്ങളും നമുക്ക് കിട്ടുകയും അതിലൂടെ സഞ്ചരിക്കാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എടുത്തതും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ സ്പിരിച്വാലിറ്റി ഒക്കെ വീട്ടിൽ ടോപ്പിക്കൽ ഡിസ്കഷൻ വരാറുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ലൈനിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ? ഇത്രയും ഡീപ്പായിട്ടൊന്നും അങ്ങനെ വീട്ടിൽ നിന്ന് സംസാരിക്കാറൊന്നുമില്ല. പിന്നെ വല്യച്ഛനും ഞാനും കൂടാണ് കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്താറ്. പക്ഷേ വല്യച്ഛനായാലും ഇവർക്കെല്ലാം ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യച്ഛനും അധികം ഡീപ്പായിട്ട് അതിലേക്ക് സംസാരിക്കാൻ സമ്മതിക്കില്ല. കാരണം അധികം ഡീപ്പായിട്ട് അതിലേക്ക് സംസാരിക്കുമ്പോഴും അതിലേക്ക് ഇൻവോൾവ് ആവേണ്ട ഒരു ടൈം അല്ല എൻ്റെ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതിലേക്ക് ഓവറായിട്ട് ഇൻവോൾവ് ആയി അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിൽ പോകേണ്ട ഒരു പ്രായമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ടൈം അല്ല ഇപ്പോൾ. അതിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രാജുവൽ പ്രോസസ്സ് പോലെ പതിയെ വരട്ടെ. അതിൽ ഭയങ്കരമായി ഇതായി അതിൽ പ്രവർത്തിക്കേണ്ട ഒരു ടൈം ആയിട്ടില്ല, അതിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതായിട്ടില്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്നോട് പലപ്പോഴും ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നൊരു രീതിയുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ. ബാക്കി നമ്മുടെ കൂടുതലും ഇൻപുട്സും നമ്മുടെ തോട്ട്സും എല്ലാം ഇടേണ്ടത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കരിയറിലാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് വന്നിട്ടുള്ളതല്ല. ബാക്കി ഈ ഗ്രാജുവലി വരേണ്ടതാണ് വന്നു വരും. ഈ അറിവുകൾ അല്ലെങ്കിൽ കിട്ടുന്ന തോട്ട് പ്രോസസ് ചിന്തകൾ എഴുതിയിടാറുണ്ടോ? ചിന്തകൾ അങ്ങനെ എഴുതിയിടാറോ? അങ്ങനെയൊന്നുമില്ല. ചിന്തകൾ അങ്ങനെ അതൊക്കെ മനസ്സിൽ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടക്കേണ്ടതാണെങ്കിൽ അവിടെ കിടന്നോളൂ എന്നുള്ളൊരിതാണ്. ഇല്ലാത്തത് പോവും. എഴുതിയിട്ടാൽ അതൊന്നും നമുക്ക് എടുത്ത് നോക്കാം, റെഫർ ചെയ്യാന്നുള്ള കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുമ്പോൾ കിട്ടുന്ന തോട്ട്സ് മതി, അത് മതി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. ആവശ്യമുള്ളതാണേ കിടക്കും. ആവശ്യമുള്ളതാണേ എത്ര നാൾ കഴിഞ്ഞാലും ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ അല്ലെങ്കിൽ ഒരു വന്ന തോട്ടായാലും അവിടെ കിടന്നോളും. ആവശ്യമില്ലാത്തതാണെങ്കിൽ നമ്മൾക്ക് പൊക്കോളും. ഓക്കെ. വെല്ലസിന്റെ പേരെന്താണ്? രാജഗോപാല മേനോൻ. രാജഗോപാലാണ്. അദ്ദേഹം ഇപ്പം എവിടെയാണ്? അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഹെൽത്ത് കണ്ടീഷൻ ഇച്ചിരി ഇതാണ്, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസിലൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം അത് നമ്മളെ ഒരു എന്താ പറയുക, നമ്മുടെ കരിയറിൽ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നതിന് അതും ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ടേക്ക് കെയർ ചെയ്ത് നമ്മൾ നിൽക്കേണ്ട ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കുറച്ച് ഇതായതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കൂടെ തന്നെയാണ്. നമുക്ക് തിരിച്ച് സിനിമയിലേക്ക് വരാം. വത്സര ക്ലബ്ബിൽ ധ്യാനിനെ പറ്റി നമ്മൾ സംസാരിച്ചു. മല്ലിക സുകുമാരൻ, മല്ലികാന്റി ഉണ്ട്. ഇവരുടെ ക്യാരക്ടർ എന്താണ്? ഒരു പോസിറ്റീവ് ഇപ്പൊ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം നെഗറ്റീവ് ഷെയ്ഡാണ് അത്. സിനിമയിലുള്ള എല്ലാവരും നെഗറ്റീവ് ഷെയ്ഡാണോ? എല്ലാവരും നെഗറ്റീവ് ഷെയ്ഡൊന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ പേരുകൾ കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ഇതിൽ ആളുകളുടെ പേര്, ഇപ്പം എൻ്റെ പേര് ചൊവ്വ വേണു, ഇതിൻ്റെ ഹീറോയിൻ്റെ പേര് ചക്രിക. പിന്നെ ചക്രിക. അതിൽ വേറൊരു പേര് ബെനത്തോ ഇടാൻ പറ്റുന്നൊരു പേര്. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള പേരുകളൊക്കെ ഇതിനകത്തുണ്ട്, അതൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ മല്ലികാമ്മയുടെ ഒക്കെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റിൽ വരുന്ന അത് ക്യാമിയോ തന്നെയാണ്. ക്യാമിയോ റോളാണ്, ത്രൂ ഔട്ടല്ല, ക്യാമിയോ റോളാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ വരുന്നത്, ഇപ്പം അദ്ദേഹം വരുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ വരുന്നൊരു റോള് തന്നെയാണ്. പിന്നെ എല്ലാവരും അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡ് അങ്ങനെയൊന്നുമില്ല, എല്ലാം കലങ്ങി തെളിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു സിനിമയുടെ ഒരു സ്വഭാവം. എനിക്ക് പെട്ടെന്ന് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ പെടുത്തുന്ന ഒരു സിനിമ പെരുമാനിയാണ്. അതുപോലെ ഒരു സിനിമ എന്തുകൊണ്ട് സക്സസ് ആയില്ല എന്നുള്ളത് എനിക്ക് അതും വേണം ഡിബേറ്റബിൾ ടോപ്പിക് തന്നെ പറയാം. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സാങ്കല്പിക നാട്, കാരിക്കേച്ചർ പോലത്തെ കഥാപാത്രങ്ങള്, വിനയുടെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ലുക്മാനാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ സിനിമകളിൽ പെടുന്ന അല്ലെങ്കിൽ അത്രയും നിഷ്കളങ്കമായ ഒരു സിനിമ ആയിരിക്കുമോ? തീർച്ചയായിട്ടും ഇതിൽ അങ്ങനെ ഒരു ഡാർക്ക് അല്ലെങ്കിൽ റിവെഞ്ച് പരിപാടി അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു വലിയ വേറൊരു മൂഡ് പരിപാടിയില്ല. ഇത് കുറച്ച് പേരുടെ കുറച്ച് ഒരു ഹ്യൂമർ അല്ലെങ്കിൽ നമുക്ക് ചിരി വരുന്ന കുറച്ച് പരിപാടികൾ അത് അവർ സക്സസ് ആക്കാൻ വേണ്ടി നടക്കുന്നു. അതിൽ വേറൊരു ടീം അതിനെ ഇതാക്കുന്നു. അവിടെ നടക്കുന്ന നർമ്മ സംഭവങ്ങൾ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് വളരെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നൊരു സംഭവം തന്നെയാണ്. അല്ലാതെ നമുക്ക് നെറ്റ് ചുളിക്കേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ എന്ന് തോന്നിക്കുന്ന ഒരു തരത്തിലുള്ള പരിപാടികൾ ഇതിനകത്ത് ഇല്ല. പ്രണയം പറയുന്നതാണോ സിനിമ? അതെയോ എന്ത് ശരിക്കും ജോണർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രണയം ആണോ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, അതെയോ സൗഹൃദം? എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പടമായിരിക്കും. ഇതിൽ പ്രണയം വലുതായിട്ട് പറയുന്നില്ല, പ്രണയത്തിന്റെ വലുതായിട്ട് റൊമാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. ഇവിടെ കൂടുതലും സൗഹൃദവും പിന്നെ എന്താ പറയുന്നത് ഫൺ. സൗഹൃദം എപ്പോഴും സൗഹൃദത്തിലൊരു ഒരു ഫൺ ഉണ്ടാവുമല്ലോ, അതാണ് ഇത് പറയുന്നത്. ഈ ആസ് എൻ ആക്ടർ ആരുടെ പോലെ ആയിരിക്കും പ്ലേസ്? ഇപ്പൊ നമ്മളിപ്പോ പറയും ഇപ്പം
കൊച്ചിൻ ഹനീഫ് അദ്ദേഹത്തിന്റെ വിയോഗ സമയത്ത് നമുക്ക് ജോണി ആന്റണി ചേട്ടൻ വന്നെന്ന് പറയും. സലീം കുമാർ ചേട്ടൻ സിനിമയിൽ അത്ര സജീവമല്ലാതെ നിൽക്കുന്നു. ജഗതി ശ്രീകുമാർ അദ്ദേഹം സജീവമല്ലാതെ ആവുന്ന സമയത്തൊക്കെയാണ് സുരാജ് ചേട്ടന്റെ വലിയൊരു ഹൈപ്പ് വരുന്നത്. പിന്നീട് സുരാജ് ചേട്ടൻ മറ്റൊരു റോളിലേക്ക് മാറുമ്പോഴാണ് അജു വർഗീസിന്റെ വലിയൊരു ഹൈപ്പ് വരുന്നത്. അതുപോലെ ഓരോ കാലഘട്ടത്തിലും സപ്പോർട്ടിംഗ് ആക്ടേഴ്സും വന്നിട്ടുണ്ട്, നായകന്മാരും വന്നിട്ടുണ്ട്. നമുക്ക് നായകൻ തന്നെ ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി അവരുടെ ഒരു ഇറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുഞ്ചാക്കോൻ പൃഥ്വിരാജ്, അവര് അതിനുശേഷം ദുൽഖർ, നിവിൻ, അതിനുശേഷം ആസിഫ്, അങ്ങനത്തെ ഓരോ തലങ്ങളിലായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ നമുക്ക് നായകന്മാരും ഉണ്ടായിട്ടുണ്ട്, സപ്പോർട്ടിംഗ് ആക്ടേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും റീപ്ലേസ്മെന്റും ഉണ്ട്. ഇപ്പം കോമഡി ചെയ്യുന്ന ആളുകൾ സീരിയസ് ആകുമ്പോൾ അത് അവരുടെ കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ആക്ടർ വരും. അപ്പം കാർത്തികിനെ എവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഒന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. നമുക്കിതിനകത്തിലെ ഒരു പോയിന്റിൽ എത്തണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, വേറൊരു പ്ലേസിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമാകുക എന്നുള്ളതാണ് അഭിനയിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹവും ലക്ഷ്യവും എന്ന് പറയുന്ന പോലെ എനിക്കും ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഒരു ഇതായിട്ട് തോന്നാം. പക്ഷേ ഈ നായകൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ സിനിമയിൽ, ഒരു നായകൻ, പ്രോപ്പർ നായകൻ. അപ്പോൾ ഒരു നായക നടനാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ്, ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണെന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് നന്മമര പരിപാടിയൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള ഹാങ് ഓവർ ആവാം. ബട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള നായകനാണെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഇപ്പൊ എനിക്ക് മനസ്സിലായ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ബോഗൻ വില്ലയിലെ കുഞ്ചാക്കോ, അതുപോലെ അതെ അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഉള്ളിലൊരു ആത്മീയതയുടെ ഒരു വില്ലനസ് ഒക്കെ കിടക്കുന്നുണ്ടല്ലോ. പ്രൊഫഷണൽ ഇതിലോട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ, ആത്മീയതയും ഈവൻ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു പ്രണയത്തിന്റെ കാര്യം ചോദിച്ച പോലെ ഇപ്പൊ ആത്മീയത ഉണ്ടെന്ന് വിചാരിച്ച് പ്രേമിക്കരുതെന്നോ അല്ലെങ്കിൽ റൊമാൻസ് ഉണ്ടാവരുതെന്നോ അതൊക്കെ വിഡ്ഢിധാരണകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സിന്റെ ഇതാണ്. കാരണം എനിക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവം, ഇപ്പോൾ അരവിന്ദ് സ്വാമി ചെയ്ത ക്യാരക്ടർ നമ്മുടെ തനിയൊരുവൻ അതിലെ ക്യാരക്ടറൊക്കെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, അതെ അങ്ങനത്തൊക്കെയുള്ള. എന്നാൽ അദ്ദേഹം ഒരു വില്ലന്റെ വെട്ടുകളോ അല്ലെങ്കിൽ വില്ലന്റെ ഡയലോഗ് പ്രസന്റേഷൻ, നായകൻ ഒരു സിനിമയിൽ നമ്മൾ നായകന് പറയുന്ന ചില കാര്യങ്ങൾ അതുപോലൊക്കെ ഇരിക്കും. അതെ ലുക്ക്, കോസ്റ്റ്യൂം ആയാലും എല്ലാം അങ്ങനെ നിൽക്കുന്നു. പക്ഷെ അതെ അപ്പൊ അങ്ങനത്തൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക്. സ്വന്തമായിട്ട് സിനിമ ഡയറക്ട് ചെയ്യാന്നുള്ള അങ്ങനെ ഒരു ആലോചനയൊക്കെ പിന്നീട് അദ്ദേഹം ആ നേരത്തെ ഉണ്ടായ ഒരു അനുഭവം കൊണ്ട് ഒന്നൊരു ഗ്യാപ്പ് എടുത്ത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡയറക്ഷനിലേക്ക് മാറ്റാമെന്നാണ് സിനിമ. അത് പ്ലാനിങ്ങുകൾ മനസ്സിലുണ്ടോ? എങ്ങനെയാണ്? പ്ലാനിങ്ങുകളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്, തന്നെയല്ല ഡിസ്കഷൻസ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി സമയം എടുത്ത്, കാരണം എനിക്ക് ഇപ്പോൾ നമ്മൾ ഒരു വീഴ്ച നമുക്കല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന്, ഇപ്പോൾ മലയാളത്തിൽ ഞാൻ സിനിമ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഇപ്പോൾ ഗുഡ് ബൈ ഗോസ്റ്റ് പോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തതയുള്ള സംഭവം ചെയ്യണം. ഇപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത് ശീലമുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പരിപാടി സിനിമയിലേക്ക് ആദ്യമായി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പലരും പലരുടെ അടുത്ത് ചെല്ലുന്ന സംസാരിക്കുമ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള പറഞ്ഞിട്ടുള്ള പലരുമായിട്ടുള്ള ഡിസ്കഷനിൽ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ അവർക്ക് എന്നിൽ നിന്ന് വേണ്ട ഞാൻ ചെയ്തിട്ടുള്ള ഹ്യൂമർ പരിപാടികളാണ്. എനിക്കത് കാരണം വലിയ ഇതുവരെ എൻ്റെ വർക്കുകൾ കണ്ടുകൊണ്ടിരുന്ന കോമഡി പരിപാടികൾ കുറച്ചുകൂടെ ഒരു വലിയ സ്ക്രീനിൽ കണ്ടു എന്നുള്ള വ്യത്യാസം മാത്രം വരാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചെറിയ സാധനം കുറച്ചുകൂടെ വലിയ ക്യാൻവാസിൽ നിങ്ങൾ ചെയ്തു തന്നു, അതിലേക്ക് വരാൻ ചാൻസ് ഇല്ല. എനിക്ക് ഗുഡ് ബൈ ഗോസ്റ്റ് പോലോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് അങ്ങനെ കുറച്ചുകൂടി വേറെ ജോണറുകൾ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസമാണ്. കാരണം അത് കൺവിൻസ് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് മാത്രമാണ്, താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൺവിൻസ് ആയാലും ഗംഭീര പരിപാടി വരട്ടെ. അതിലെന്തൊക്കെ റോളായിരിക്കും ചെയ്യുന്നത്? നായകനായിരിക്കോ അത് ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ? എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ഓറിയൻറ്റഡ് പരിപാടിയായിട്ടാണ് നമ്മുടെ മൈൻഡിലുള്ളത്, വേറെ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ചെയ്യണമെന്നുള്ളത്. അതിൽ ചെറിയ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇല്ലെങ്കിൽ ഫുൾ ടൈം, കാരണം എനിക്ക് ക്യാമറയുടെ പിന്നിൽ അന്നേരം ഫുൾ ടൈം നിൽക്കാൻ പറ്റിയാൽ എനിക്കത് അത് മതി, അതൊക്കെ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളും ഈ ഡിസ്കഷൻ സമയത്ത് തന്നെ പറയാറുണ്ട് അതിൽ ചിലപ്പം ലീഡായിട്ടുള്ള പരിപാടികൾ മെയിൻ സംഭവങ്ങൾ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വേറെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്, നല്ല ഫെയിം ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നാണ് കുറച്ചുകൂടെ എൻ്റെ മൈൻഡിലുള്ള ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കോമഡിയേക്കാൾ കൂടുതൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന കാർത്തിക് അതുപോലെ ഗംഭീരമായ സിനിമകൾ മലയാളത്തിന്
സമ്മാനിക്കട്ടെ, Thank അതുപോലെ റോളുകൾ ചെയ്യട്ടെ. താങ്ക് യു, തുടർന്നെല്ലാം മുന്നാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.